ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അതായത് +2കാരുടെ ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ടൈം ടേബിൾ എപ്പോഴാണ് വരിക, ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ എന്നാണ് വരിക എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് സ്കൂളുകളാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം നിങ്ങളുടെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ലേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് ഓണം എക്സാം നടക്കുന്നില്ല, സ്കൂളുകൾ ത്രൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളുകൾ തന്നെ ഉണ്ടാക്കുന്നൊരു ടൈം ടേബിൾ ആയിരിക്കും. ഒഫീഷ്യലായിട്ടുള്ള ഒരു ടൈം ടേബിളിനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്കവാറും നിങ്ങളുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്കൂളിൽ നിന്ന് തന്നെ ഓരോ ദിവസങ്ങളിലായിട്ട് സ്കൂൾ തന്നെ അസൈൻ ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പൂർണ്ണമായിട്ട് ഇല്ല എന്ന് വെച്ച് പറയുന്നില്ല, കാരണം ഏറ്റവും കൂടുതൽ സാധ്യത അങ്ങനെയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ +2കാരുടെ ടൈം ടേബിൾ കണ്ടോ ഇല്ലയോ എന്ന് മിസ്സിന് അറിയില്ല. പക്ഷേ ആ ടൈം ടേബിൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് +2 ചാനലിൽ ഉണ്ടാകും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചില സബ്ജക്ട്സിന് ഒട്ടും ദിവസങ്ങളില്ല. ആൻഡ് ഒരു ദിവസം 2 എക്സാമൊക്കെ നടക്കുന്ന ചില ദിവസങ്ങളും ഉണ്ട്. അതായത് നമ്മൾ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ സ്റ്റഡി ലീവ് ഉണ്ടാകും ഇതിൻ്റെ ഇടയിൽ എന്നൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും. കാരണം ഇപ്പം ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇതിനൊന്നും ദിവസങ്ങളില്ല പഠിക്കാൻ. ഓക്കെ, ആകെ കെമിസ്ട്രിക്ക് മാത്രമാണ് 2 ദിവസങ്ങളൊക്കെ ഉള്ളത്. അപ്പം നിങ്ങളുടെ ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ സ്കൂളുകൾ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് അതിനിടയിൽ ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വേഗം തന്നെ നമ്മൾ പഠിക്കണം, നല്ല രീതിക്ക് തന്നെ പഠിക്കണം. അതായത് ആ സ്റ്റഡി ലീവ് ഉണ്ടാവും അപ്പോൾ പഠിക്കാം, അല്ലെങ്കിൽ ആ ദിവസം റിവിഷൻ ചെയ്യാം, അങ്ങനെയൊന്നും പറഞ്ഞ് മാറ്റി വെക്കരുത്. നിങ്ങളെല്ലാവരും ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഓണം എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മളുടെ എക്സാം വിന്നർ വരുന്നുണ്ട് PM-ന്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇതിലുണ്ടാവണം. നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മുടെ എക്സാം വിന്നർ വരുന്നത്. അപ്പോൾ അത് ലൈവിൽ നമുക്ക് കാണാം. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും അപ്ഡേറ്റ്സ്, ഇനി അഥവാ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ടൈം ടേബിൾ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ.